കൃത്രിമ മഴ പെയ്ച്ചിട്ടും ആശ്വാസത്തിന്റെ ലക്ഷണങ്ങളൊന്നുമില്ലാതെ ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക. വ്യാഴാഴ്ചയും തലസ്ഥാന നഗരിയിലെ വായുവിന്റെ ഗുണനിലവാരം മോശം വിഭാഗത്തിൽ തന്നെ തുടർന്നു. വായു മലിനീകരണത്താൽ രാജ്യതലസ്ഥാനം പ്രയാസപ്പെടുമ്പോൾ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത ബീഹാറിൽ BJPക്കായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിനെ പ്രതിപക്ഷം വിമർശിച്ചു. മലിനമായ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് മുഖ്യമന്ത്രി ബീഹാറിലേക്ക് പോയതെന്ന് AAP ആരോപിച്ചു. രാഷ്ട്രീയ പ്രചാരണത്തിനാണ് മുഖ്യമന്ത്രി പ്രാധാന്യം നൽകുന്നതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. സിസ്റ്റം ഓഫ് എയർ ക്വാളിറ്റി ഫോർകാസ്റ്റിംഗ് ആൻഡ് റിസർച്ച് ഡാറ്റ പ്രകാരം ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക വ്യാഴാഴ്ച രാവിലെ 264 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഗുണനിലവാര സൂചികയിലെ മോശം വിഭാഗത്തിൽപ്പെടുന്നു. നഗരത്തിൽ കനത്ത മൂടൽമഞ്ഞും പുകയും മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം വായു നിലവാരം മെച്ചപ്പെടുകയാണെന്നാണ് സർക്കാർ കണക്ക്. വായു നിലവാര സൂചിക ബുധനാഴ്ച 202 മെച്ചപ്പെട്ടെന്ന് കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് അറിയിച്ചു. മോശം വിഭാഗത്തിലാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലേതിനേക്കാൾ മെച്ചപ്പെട്ട വായു നിലവാരമാണിത്. അതേസമയം സർക്കാർ കണക്കുകളിൽ കൃത്രിമത്വം നടത്തുകയാണെന്നും ആരോപണമുണ്ട്. ദീപാവലി ദിവസം ഡൽഹിയിലെ വായു നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഭൂരിപക്ഷവും പ്രവർത്തിച്ചില്ലെന്നും അമിക്കസ് ക്യൂറി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്നു. ദീപാവലിക്ക് ശേഷമാണ് നഗരത്തിന്റെ ഗുണനിലവാരം ആശങ്കാജനകമായ രീതിയിൽ മോശമായത്.